Hello everyone, welcome to Legal Lore by Anusha. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഫീസ്റ്റ് വേഴ്സസ് റൂറൽ ടെലിഫോൺ സർവീസ് കമ്പനി. ഇത് കോപ്പിറൈറ്റിൻ്റെ അകത്തൊരു ഇമ്പോർട്ടൻറ്റ് കേസ് ലോ ആണ്. സോ ഈ കേസിൻ്റെ ഫാക്റ്റ് എന്ന് പറയുവാണെങ്കിൽ റൂറൽ ടെലിഫോൺ സർവീസ് കമ്പനി ആണ് ഈ കേസിൽ പ്ലെയിൻറ്റിഫ്. അവരൊരു ടെലിഫോൺ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കുറേ കമ്മ്യൂണിറ്റീസിന് വേണ്ടിയിട്ട്. സ്റ്റേറ്റ് റെഗുലേഷൻ പ്രകാരം ഒരു ആനുവൽ ടെലിഫോൺ ഡയറക്ടറി ഇഷ്യൂ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്തു, ഒരു ഡയറക്ടറി ഇഷ്യൂ ചെയ്തു. അതിൻ്റെ അകത്ത് വൈറ്റ് പേജസും യെല്ലോ പേജസും ഉണ്ട്. ഇതിൽ വൈറ്റ് പേജസിലാണ് ഈ ടെലിഫോൺ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. യെല്ലോ പേജസിലാണ് അഡ്വർടൈസ്മെൻറ്റ് വരുന്നത്. ഈ അഡ്വർടൈസ്മെൻറ്റ് വഴി ഇവർ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഫീസ്റ്റ് പബ്ലിക്കേഷൻസ് ആണ് ഈ കേസിൽ ഡിഫൻഡൻറ്റ്. അവരും ഒരു പബ്ലിഷിംഗ് കമ്പനിയാണ്. അവരിതുപോലെ തന്നെ ഡയറക്ടറി തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സോ ഇവിടെ ഡിഫൻഡൻറ്റ് ചെയ്യുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇത് ഫ്രീ ഓഫ് ചാർജിനാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവരുടെ അതിലും യെല്ലോ പേജസ് ഉണ്ട്, റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുമുണ്ട്. സോ ഈ കേസിൽ പ്ലെയിൻറ്റിഫ് ഡിഫൻഡൻറ്റിന് ഈ ഫോൺ നമ്പേഴ്സ് ലൈസൻസ് കൊടുത്തില്ല. സോ ഡിഫൻഡൻറ്റ് പ്ലെയിൻറ്റിഫിൻ്റെ സമ്മതമില്ലാതെ തന്നെ ഇത് യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. സോ പ്ലെയിൻറ്റിഫ് എന്ത് ചെയ്തു, കോപ്പിറൈറ്റ് ഇൻഫ്രിഞ്ച്മെൻ്റ് ആയി എന്ന് പറഞ്ഞിട്ട് സ്യൂ ചെയ്യുകയാണ് ചെയ്തത്. സോ ഈ കേസിൽ ഇഷ്യൂ എന്ന് പറയുന്നത് നെയിംസ്, അഡ്രസ്സ്, അതുപോലെ തന്നെ ഫോൺ നമ്പേഴ്സ് ഒക്കെയുള്ള ടെലിഫോൺ ഡയറക്ടറി എന്ന് പറയുന്നത് കോപ്പിറൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണോ എന്നാണ് ഈ കേസിൽ ഇഷ്യൂ വന്നത്. സോ ഇവിടെ അനലൈസിസ് എന്ന് പറയുന്നത് US കോപ്പിറൈറ്റ് പ്രൊട്ടക്ഷൻ്റെ അകത്ത് അവർ ഫോളോ ചെയ്തത് സ്വെറ്റ് ഓഫ് ദ പ്രോ ഡോക്ട്രിനാണ്. ഈ ഡോക്ട്രിൻ പ്രകാരം നമ്മൾ എന്തെങ്കിലും ഒരു സബ്സ്റ്റാൻഷ്യൽ എമൗണ്ട് ഓഫ് ടൈം അല്ലെങ്കിൽ എനർജി ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു വർക്ക് ചെയ്യുവാണെങ്കിൽ അതിന് കോപ്പിറൈറ്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത് കോപ്പിറൈറ്റ് ഉള്ളതാണ് എന്നാണ് ആദ്യത്തെ ഒരു ഡിസിഷൻ വന്നത്. ഡിസ്ട്രിക്ട് കോർട്ടാണ് ആ ഡിസിഷൻ എടുത്തത്. സോ ഇത് അപ്പീലിന് പോയ സമയത്ത് വന്നത് ഫാക്റ്റാണ്, ഇതൊരിക്കലും മാറുന്നതല്ല, അതുകൊണ്ട് തന്നെ ഇത് കോപ്പിറൈറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല എന്നാണ് ഡിസിഷൻ വന്നത്. അവിടെ കോർട്ട് നോക്കിയിട്ടുള്ളത് രണ്ട് പ്രിൻസിപ്പിൾസ് ആണ്. അതിൽ ഒന്നാമത് പറയുന്നത് ഫാക്റ്റ് എന്ന് പറയുന്നത് കോപ്പിറൈറ്റബിൾ അല്ല. അതുപോലെ കമ്പൈലേഷൻ ഓഫ് ഫാക്റ്റ് എന്ന് പറയുന്നത് കോപ്പിറൈറ്റബിൾ ആണ്. കമ്പൈലേഷൻ എന്ന് പറയുവാണെങ്കിൽ കോമ്പിനേഷൻ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കാര്യങ്ങൾ കൂടി ചേർത്ത് കമ്പൈൻ ചെയ്ത് നമ്മളൊരു കാര്യം ഉണ്ടാക്കുകയാണെങ്കിൽ അത് കോപ്പിറൈറ്റബിൾ ആണ് എന്നാണ് ആ പ്രിൻസിപ്പിളിൽ പറയുന്നത്. സോ ഇവിടെ കോടതി പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർക്ക് ഒറിജിനൽ ആണ് എന്ന് പറയണമെങ്കിൽ അവിടെ ഒരു മിനിമം ഡിഗ്രി ഓഫ് ക്രിയേറ്റിവിറ്റി ഉണ്ടാകണം. അങ്ങനെ ഒന്നുണ്ടെങ്കിൽ മാത്രമേ അതിനെ ഇൻഡിപെൻഡൻറ്റ് വർക്കായിട്ട് ഒറിജിനൽ വർക്കായിട്ട് കാണാൻ സാധിക്കുള്ളൂ എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എന്ന് പറയുവാണെങ്കിൽ ഇത് ഫാക്റ്റാണ്, അത് ഡിസ്കവർ ചെയ്തിട്ടുള്ളതാണ്, അല്ലാതെ ഇവിടെ ഒന്നും തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ് കോടതി പറഞ്ഞത്. സോ ഇവിടെ കോടതി യൂസ് ചെയ്തിട്ടുള്ളത് മോഡിക്കം ഓഫ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന ടെസ്റ്റാണ്. ഈ ടെസ്റ്റിൽ പറയുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫോൺ നമ്പറിൻ്റെ കമ്പൈലേഷൻ എന്ന് പറയുന്നത് അത് അവിടെ ഒന്നും ഒറിജിനൽ ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവിടെ കോപ്പിറൈറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യവുമില്ല. അത് ഒറിജിനൽ ആണ്, അത് കോപ്പിറൈറ്റബിൾ ആണ് എന്ന് കാണിക്കണമെങ്കിൽ അവിടെ ഒരു മിനിമം റിക്വയർമെൻറ്റ് ഓഫ് ക്രിയേറ്റിവിറ്റി വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അത് കോപ്പിറൈറ്റബിൾ ആണെന്ന് പറയാൻ പറ്റുള്ളൂ എന്നാണ് ഈ കേസിൽ കോടതി പറഞ്ഞിട്ടുള്ളത്. സോ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. താങ്ക് യു.